ജോഷിലയിലേക്ക് കൂടി പോകുന്നു. ജോഷില, മുൻകൂട്ടി നിശ്ചയിച്ചതിലും സമയം ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ മറ്റ് ക്രമീകരണങ്ങളൊക്കെയും അവിടെ ഒരുക്കിയിരിക്കുന്നു. ഇനിയിപ്പോൾ മൃതദേഹങ്ങൾ അല്പസമയത്തിനകം തന്നെ അവിടെ എത്തിക്കുമെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് മറ്റ് വിവരങ്ങൾ ജോഷില? അസിത, അല്പസമയത്തിനകം മൃതദേഹങ്ങൾ ഇവിടെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏകദേശം അരമണിക്കൂർ മുൻപ് തന്നെ മേപ്പാടിയിൽ നിന്നും മൃതശരീരങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞു. മൃതശരീരങ്ങളെ വഹിച്ചുള്ള വണ്ടികൾ പുറപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അല്പസമയം കൊണ്ട് തന്നെ ഇവിടേക്ക് എത്തിച്ചേരും. എന്നാൽ പുത്തുമലയുടെ ഈ ഒരു ഭാഗം 30 കുഴികൾ ആണ് എടുത്തിരിക്കുന്നത്. അതൊക്കെ തന്നെ കൃത്യമായി സജ്ജീകരിച്ചിട്ടുണ്ട്. 100ഓളം വരുന്ന പ്രവർത്തകർ ആ സമയത്ത് തന്നെ ഈ ഉച്ച മുതൽ ആരംഭിച്ച പ്രവൃത്തി ഇപ്പോൾ അല്പസമയം മുൻപ് തന്നെ എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. മന്ത്രിമാർ AK ശശീന്ദ്രൻ, K രാജൻ തുടങ്ങിയവർ, MLA മാർ എല്ലാം തന്നെ ഈ കുഴികളൊക്കെ സന്ദർശിച്ചു. എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ആകെ 8 മൃതദേഹങ്ങളാണ് ഇവിടേക്ക് എത്തിച്ചേരുക. അവസാനമായി 9ാമതൊരു മൃതദേഹം കൂടി നിലമ്പൂരിൽ നിന്നും ലഭിച്ചത്. അത് പിന്നീട് ഐഡന്റിഫൈ ചെയ്തു. ജീർണിച്ചതിനാൽ ഇവിടേക്ക് കൊണ്ടുവരും എന്നായിരുന്നു നേരത്തെ കരുതിയത്. എന്നാൽ അവസാന നിമിഷം അത് മാറ്റിവെക്കുകയും ബന്ധുക്കൾ അത് ഐഡന്റിഫൈ ചെയ്യുകയും അവർക്ക് വിട്ടു നൽകുകയും ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഇവിടേക്ക് അല്പസമയത്തിനകം മൃതദേഹങ്ങൾ എത്തിച്ചേരും. അതിനു മുൻപ് തന്നെ സമൂഹ പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ ഇവിടെ സംസ്കരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ PP കിറ്റ് ധരിച്ച ആളുകൾ മാത്രമായിരിക്കും ഈ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുക. അവർക്ക് കൃത്യമായ എല്ലാ ആരോഗ്യ സംരക്ഷണവും ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കും മൃതദേഹങ്ങൾ സംസ്കരിക്കുക. ഇന്ന് 8 മൃതദേഹങ്ങൾ സംസ്കരിക്കും. നാളെ 4 മണിയോടുകൂടി മറ്റ് മൃതദേഹങ്ങൾ എല്ലാം തന്നെ സംസ്കരിക്കും. അതുപോലെ തന്നെ മൃതദേഹങ്ങളുടെ ഭാഗങ്ങളടക്കം നാളെ 4 മണിയോടുകൂടി ഇവിടേക്ക് എത്തിച്ചേരും. എല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും നാളെ സംസ്കാരം നടക്കുക എന്നുള്ള കാര്യവും മന്ത്രി രാജൻ ഞങ്ങളോട് പങ്കുവച്ചിരുന്നു. മറ്റ് എല്ലാ കാര്യത്തിലും ജാഗ്രതയോടുകൂടി തന്നെയാണ് എല്ലാ ഘട്ടങ്ങളിലും മുന്നോട്ട് ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാം തന്നെ മുന്നോട്ട് പോയിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ ബന്ധുക്കളടക്കം, അതായത് ആളുകളെ നഷ്ടപ്പെട്ടവരടക്കം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി അതിൽ തങ്ങളുടെ ആരുടെയെങ്കിലും മൃതദേഹം ഉണ്ടോ എന്നുള്ള ഒരു സംശയം ബാക്കി നിൽക്കെ നാട്ടുകാരെ മുഴുവൻ ഈ ഒരു സംസ്കാര ചടങ്ങ് അറിയിച്ചിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് സർക്കാരിന്റെ ജനപ്രതിനിധികളുടെ ആദരം കഴിഞ്ഞാൽ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകും. ബന്ധുക്കൾ അവർക്ക് പ്രാമുഖ്യം കൊടുക്കാൻ മുഴുവൻ ആളുകളുടെയും പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്നുള്ളത് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അസിത, മൃതദേഹങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നാൽ അത് ഇവിടെയുള്ള സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ ആളുകൾ ദർശിച്ചു കഴിഞ്ഞാൽ ഇവിടേക്ക് മൃതദേഹങ്ങൾ ശ്മശാനത്തിലേക്ക്, അതായത് ഇവിടെ ഒരുക്കിയിരിക്കുന്ന ശ്മശാനത്തിലേക്ക് മാറ്റും എന്നുള്ളതാണ്. 30 കുഴികളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിൽ 8 കുഴികളിലേക്ക് ഇന്ന് ആദ്യത്തെ നിരയിൽ സംസ്കരിക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അതുവരെ മറ്റെല്ലാ കാര്യത്തിലും, ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായാലും മറ്റ് ആ സമയത്ത് തിരക്കും ബഹളവും ഒന്നുമില്ലാതെ ഘട്ടം ഘട്ടമായി എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ പൂർണ്ണമായും നടത്താൻ സഹകരിക്കണം എന്നുള്ള അനൗൺസ്മെൻറ്റുകളും വരുന്നുണ്ട്. മാത്രമല്ല ഇവിടെ എല്ലാ മന്ത്രിമാരും, ഏകദേശം MP രാജേഷ് അടക്കമുള്ള, OR കേളു അടക്കമുള്ള എല്ലാ മന്ത്രിമാരും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. K രാജൻ നേരത്തെ മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. എല്ലാ കാര്യങ്ങളും മേപ്പാടി ഹോസ്പിറ്റലിലുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി ക്രമീകരിച്ചതിന് ശേഷമാണ് മന്ത്രിമാർ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെയും ഈ സംസ്കാര ചടങ്ങിൽ അവർ കൃത്യമായി നേതൃത്വം നൽകും എന്നുള്ളതാണ്. അസിത.